ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ദിസ് മീ MHP. ആഗ്രഹങ്ങളില്ലാത്ത മനുഷ്യന്മാരുണ്ടോ? പ്രതിസന്ധികളില്ലാത്ത മനുഷ്യന്മാരുണ്ടോ? ഈ രണ്ടും എല്ലാവർക്കും ഉള്ളതാണ്. പക്ഷേ ആഗ്രഹങ്ങൾക്ക് പിന്നാലെ പോയി ലാസ്റ്റ് വയസ്സാകുമ്പോഴാണ് അറിയുന്നത്, അയ്യോ ഇതിപ്പോൾ എത്ര എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ലൈക്ക് എല്ലാം വയസ്സായി കഴിഞ്ഞു. അങ്ങനെ പോയ ഒരുപാട് മനുഷ്യന്മാരുണ്ട്. പക്ഷേ നമ്മുടെ ചെറുപ്പക്കാരനായ ചുറുചുറുക്കുള്ള ഒരു മനുഷ്യൻ, ബ്ലാക്ക് 777 ഷെമിൽ ബ്രോ, പുള്ളിക്കാരൻ ചെറുപ്പത്തിൽ തന്നെ നല്ല അടിപൊളി ഒരു പ്ലെയർ ആയിരുന്നു, ഫുട്ബോൾ പ്ലെയർ ആയിരുന്നു. പുള്ളിക്കാരൻ ഒരു അവസരം കിട്ടി സ്പെയിനിൽ പോയി ഒരു മാസം ട്രെയിൻ ചെയ്യാന്നുള്ളത്. അങ്ങനെ ലാസ്റ്റ് ഒന്ന് കേൾക്കുകയാണ്, കാരണം അമ്മാതിരി ഒരു അടിപൊളി ഒരു കഥയാണ്. സോ അപ്പം ഈ പുള്ളിക്കാരൻ ഒരു മാസം സ്പെയിനിൽ പോയി അടിപൊളി കളിച്ചു. അങ്ങനെ പുള്ളിക്കാരൻ തിരിച്ച് ഇന്ത്യയിലോട്ട് വന്നപ്പോൾ പുള്ളിക്കാരൻ തിരിച്ചൊരു കോൾ വരെയാണ്. അവർക്ക് അവൻ്റെ കളി ഇഷ്ടപ്പെട്ടു. അവനെ തിരിച്ച് 4 ക്ലബ്ബിൽ നിന്നാണ് അവനെ തിരിച്ച് അങ്ങോട്ട് വിളിക്കുന്നത്. ബ്രോ, ഇഫ് യു ക്യാൻ കം, ലൈക്ക് തിരിച്ച് വരാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. സോ ബ്രോ, അപ്പോൾ നമ്മൾ ഓരോരുത്തരും ഇതിനൊരു ഇൻസ്പിറേഷൻ എടുക്കുക. അവൻ്റെ ആഗ്രഹം നേടിയെടുക്കാൻ ഇനി ജസ്റ്റ് ഒരു കുറച്ചും കൂടിയേ ഉള്ളൂ. പക്ഷേ നമ്മളെവിടെ എത്തി, ആദ്യം നമ്മളത് ആലോചിക്കുക. പിന്നെ നമുക്ക് ഇവനെ സഹായിക്കാൻ പറ്റുക എന്നുള്ളത് നമ്മളാൽ കഴിയുന്ന രീതിയിലുള്ള സഹായം ചെയ്ത് കൊടുക്കുക. അവനവിടെ പോകുമ്പോൾ അവൻ അതിൻ്റെ ആയിട്ടുള്ള ചിലവ് കാണും, നല്ല രീതിയിലുള്ള ഫുഡിൻ്റെ പൈസ. അങ്ങനെ അവൻ നിൽക്കേണ്ട, ഒരു വർഷം നിൽക്കാൻ 40 ലക്ഷം ആവുമെന്നാണ് പറയുന്നത്. സോ അപ്പോൾ അതിനുള്ള ചിലവ് നല്ല രീതിയിൽ ബാധിക്കും. പക്ഷേ അവനങ്ങനെ അവിടുത്തെ കാര്യം പറഞ്ഞപ്പോൾ അവനാണെങ്കിൽ ചുരുക്കി ഒരു 23 ലക്ഷം രൂപയിലോട്ട് അവന് ചുരുക്കി കൊടുത്തു. പിന്നെ 13 ലക്ഷം രൂപ അവൻ്റെ നാട്ടിലുള്ള കോച്ചും അങ്ങനെയൊക്കെ ആയിട്ട് അവന് സംഘടിപ്പിച്ചു കൊടുത്തു. ഇനി ബാക്കി 10 ലക്ഷം രൂപ ആരും എടുക്കാൻ. ഒരു പ്രശ്നം വരുമ്പോൾ കൈകോർത്ത് നിൽക്കുന്ന മനുഷ്യന്മാരാണ് കേരളക്കരയുടെ മനുഷ്യന്മാരിൽ നിന്ന് അവൻ നല്ലോണം അറിയാം. അവൻ പല രീതിയിലുള്ള ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസേഴ്സിൻ്റെ അടുത്തും പല രീതിയിലുള്ള ആൾക്കാരുടെ അടുത്തും അവൻ ബന്ധപ്പെട്ടു. പക്ഷേ സഹായിക്കാൻ ആരുമില്ല. ചില ആൾക്കാരൊക്കെ സഹായിച്ചു, നല്ല മനസ്സുള്ള പല മനുഷ്യന്മാരും സഹായിച്ചിട്ടുണ്ട്. പക്ഷേ നിങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള സഹായം നമ്മൾ ഓരോരുത്തരും ചെയ്തു കഴിഞ്ഞാൽ നാളെ കേരളം തന്നെ അഭിമാനിക്കപ്പെടുന്ന രീതിയിലുള്ള നല്ലൊരു ഫുട്ബോൾ പ്ലെയറാണ്. അത് അവനെ മാത്രം വ്യക്തിപരമായിട്ടുള്ള ഒരു ആഗ്രഹമാണെങ്കിലും, പക്ഷേ നാളെ കേരളയ്ക്ക് അവൻ നല്ല ഏതൊരു സംഭവവും നേടിയെടുക്കുമ്പോഴാണ് അവൻ നമ്മുടെ നാട്ടുകാരാണെന്ന് പറഞ്ഞ് പല മനുഷ്യന്മാരും ചേർത്ത് പിടിക്കുന്നത്. പക്ഷേ നമ്മളിപ്പോൾ ചെറിയൊരു സഹായം ചെയ്തതിൻ്റെ പേരിലാണ് അവൻ നാളെ അങ്ങനെ വലിയൊരു നിലയിലെത്തണമെങ്കിൽ അതിന് ഓരോരുത്തർക്കും നമ്മൾ ഓരോരുത്തർക്കും പങ്കുണ്ടാവും. സോ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ സഹായിക്കുക. കാരണം അവൻ നമ്മളെപ്പോലൊരു യുവതലമുറയിലെ ഒരു ചുറുചുറുക്കുള്ള ഒരു മനുഷ്യനല്ലേ, ചെക്കനല്ലേ. അവന് പറ്റുമെങ്കിൽ അവന് ഒന്ന് കയറാൻ പറ്റുമെങ്കിൽ അവൻ്റെ ആഗ്രഹം കയ്യെത്തും ദൂരം എത്തിയിട്ടും ജസ്റ്റ് ഒത്തിരി ഉള്ളൂ. അവന് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വർഷം അവിടെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ രക്ഷപ്പെട്ടില്ലേ. സോ നിങ്ങൾക്കറിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്യുക. കാരണം ഇത് ആഗ്രഹമാണ്, അവൻ്റെ ആഗ്രഹമാണ്. ഒരു വർഷം അവൻ അവിടെ പോയി കഴിഞ്ഞാൽ അവൻ സെറ്റാക്കിക്കോളും ബാക്കി പൈസ. നിങ്ങൾ സഹായിക്കൂലേ? സഹായിക്കാൻ പറ്റുന്നവരെ സഹായിക്കും. നല്ല മനസ്സുള്ളവർ ഇന്നും കേരളയിൽ കാണുന്നുള്ള മറ്റൊരു ഇതുകൊണ്ടാണ് അവൻ എന്നോട് ബന്ധപ്പെട്ടത്. അപ്പോൾ നിങ്ങൾ സഹായിക്കൂലേ? All hands to the helpers who help him. That's all. Signing off, MSP. Bye-bye.